നമസ്കാരം. സപ്തസ്വര യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോ ആയ NCERT ക്ലാസ് 7 ഹിന്ദി മൽഹാർ ചാപ്റ്റർ 9 ചിടിയ എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിടിയ രചയിതാവാണ് RC പ്രസാദ് സിൻഹ്. അദ്ദേഹത്തിൻ്റെ പോയമായ ചിടിയ, അതിലൂടെ ഒരു ഉപദേശമാണ് നമുക്ക് തരുന്നത്. മനുഷ്യൻ എങ്ങനെ ബന്ധനത്തിൽ നിന്നും മുക്തനായിക്കൊണ്ട് പക്ഷിയെപ്പോലെ സ്വതന്ത്രനായി നടക്കാം എന്ന ഒരു ഉപദേശമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ചാപ്റ്ററിലേക്ക് പോകാം. पीपल की ऊंची डाली पर बैठी चिड़िया गाती है, तुम्हें याद क्या अपनी बोली में संदेश सुनाती है. പീപ്പൽ കി ഊഞ്ചി ഡാലി പർ, പീപ്പൽ കി ഊഞ്ചി, ഊഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റിലുള്ള, ഡാലി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച്. പീപ്പൽ എന്ന് പറഞ്ഞ ഒരു ട്രീ ആണ്. പീപ്പലിൻ്റെ, അതായത് ആ ഒരു മരത്തിൻ്റെ നല്ല ഉയരത്തിലുള്ള ബ്രാഞ്ചിൽ, മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട്, ബൈട്ടി എന്ന് പറഞ്ഞാൽ ഇരുന്നു കൊണ്ട്, ചിടിയ ഗാത്തി ഹേ, പക്ഷികൾ പാടുന്നു. തുമേ ഗ്യാദ് ക്യാ അപ്പനി ബോലി മേം സുന്ദേശ് സുനാത്തി ഹേ, അതായത് പോയറ്റ്, കവി നമ്മളോട് ചോദിക്കുകയാണ്, തുമേ ഗ്യാദ് ക്യാ അപ്പനി, നിങ്ങൾക്കറിയാമോ, അപ്പനി ബോലി മേം സന്ദേശ് സുനാത്തി ഹേ, അവയുടെ ആ ഒരു പാട്ടിൽ, അവയുടെ ആ ഒരു സംസാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സന്ദേശം എന്ന് പറഞ്ഞാൽ മെസ്സേജ്, സുനാത്തി ഹേ, നിങ്ങൾ അതെന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളോട് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് കവി ചോദിക്കുകയാണ്. चिड़िया बैठी प्रेम प्रीति की रीति हमें सिखलाती है, वह जग में बंदी मानव को मुक्त मंत्र बदलाती है. ചിടിയ ബൈട്ടി പ്രേം പ്രീതിക്ക്, ചിടിയ ഇരുന്നു കൊണ്ട്, പക്ഷി, ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി ഇരുന്നു കൊണ്ട്, പ്രേം പ്രീതിക്ക്, പ്രേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്നേഹം, പ്രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗഹാർദ്ദം, സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു മാർഗം നമ്മളെ എന്ത് ചെയ്യാണ്, സിക്കലാത്തിഹെ, പഠിപ്പിച്ച് തരികയാണ്. വഹ് ജഗ്മേം ബന്ദി മാനവുക്കോ മുക്തി മന്ത്ര ബദലാത്തിഹെ, ജഗ് എന്ന് പറഞ്ഞ വേൾഡ്, ലോകത്തിൽ, ബന്ദി ബന്ധനസ്ഥനായിരിക്കുന്ന, മാനവുക്കോ മനുഷ്യന്, മുക്തി മന്ത്ര ബദലാത്തിഹെ, ഒരു മോചന മന്ത്രം പറഞ്ഞു തരികയാണ്, ഒരു ലിബറേഷൻ മന്ത്ര നമുക്ക് ബദലാത്തിഹെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരികയാണ്. വനമേം ജിത്തനെ പഞ്ചി ഹേ ഗഞ്ചൻ കപോത്ത് ചാതക് കോകിൽ കാഗ് ഹംസ് ശുഗ് ആദി വാസ് കർത്തെ സബ് ആപ്പസ് മേം ഹിൽമിൽ. വനമേം, വനത്തിൽ, ജിത്തനെ പഞ്ചി ഹേ, എത്ര പക്ഷികളുണ്ടോ, പലതരത്തിലുള്ള പക്ഷികളുണ്ട്. അതായത് ഗഞ്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലാട്ടിക്കിളി, വാക്ടയിൽ, കപോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവ്, ചാതക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുയിലിനത്തിൽപ്പെട്ട തന്നെ ഒരു പക്ഷിയാണ്, കോകിൽ എന്ന് പറഞ്ഞാൽ കുയിൽ, കാഗ് എന്ന് പറഞ്ഞാൽ കൗവ, കാക്ക, ഹംസ്, ശുഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തത്ത വിഭാഗത്തിൽപ്പെട്ട ഒരു പക്ഷി. ആദി വാസ് കർത്തെ സബ് ആപ്പസ് മേം ഹിൽമിൽ, അവരെല്ലാവരും, ആദി മുതലായവ, വാസ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് താമസിക്കുന്നു, കർത്തെ സബ് ആപ്പസ് മേം ഹിൽമിൽ, അവരെല്ലാവരും, ദേ ലിവ് ടുഗദർ ഹാർമോണിയസ്ലി, വളരെ ഐക്യത്തോടു കൂടി അവർ ഒന്നിച്ച് താമസിക്കുകയാണ്. വനത്തിൽ എത്ര തരത്തിലുള്ള പക്ഷികളുണ്ടോ അവരെല്ലാവരും ഒന്നിച്ച് വളരെ സ്നേഹത്തോടു കൂടിയാണ് താമസിക്കുന്നത്. സബ് മിൽ ജുൽക്കർ രഹത്തെ വേ സബ് മിൽ ജുൽക്കർ കാത്തെ ഹേ, ആസ്മാൻ ഹി ഉൻകാ ഗർ ഹേ ജഹാം ചാഹത്തെ ജാത്തെ ഹേ. സബ് മിൽ ജുൽക്കർ രഹത്തെ ഹേ, ദേ ലിവ് ടുഗദർ ഹാർമോണിയസ്ലി, അവരെല്ലാവരും ഒന്നിച്ച്, മിൽ ജുൽക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച്, രഹത്തെ ഹേ എന്ന് പറഞ്ഞിട്ട് താമസിക്കുന്നു, വേ സബ് മിൽ ജുൽക്കർ കാത്തെ ഹേ, അവരെല്ലാവരും ഒരുമിച്ച്, കാത്തെ ഹേ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നു. ആസ്മാൻ ഹി ഉൻകാ ഗർ ഹേ, ആസ്മാൻ എന്ന് പറഞ്ഞാൽ സ്കൈ, ആകാശമാണ് അവരുടെ ഗർ, വീട്. ജഹാം ചാഹത്തെ ജാത്തെ ഹേ, ജഹാം എന്ന് പറഞ്ഞാൽ എവിടെയാണോ അവർക്ക് പോകാൻ ആഗ്രഹം അവിടേക്ക് അവർ പറന്നു പോകുന്നു. രഹത്തെ, അവിടേക്ക് അവർ പറന്നു പോകുന്നു. രഹത്തെ ജഹാം വഹാം വേ അപ്പനി ദുനിയ ഏക് ബസാത്തെ ഹേ, ദിൻ ഭർ കർത്തെ കാം രാത് മേം പേടോം പർ സോ ജാത്താ ഹേ.
രഹത്തെ ഹേ ജഹാം അവർക്ക് എവിടെയാണോ താമസിക്കേണ്ടത്, രഹന എന്ന് പറഞ്ഞാൽ താമസിക്കുക, അവർക്ക് എവിടെയാണോ താമസിക്കേണ്ടത്. വഹാം വേ അപ്പനി ദുനിയ ഏക്ക് ബസാത്ത ഹേ അവിടെ അവർ സ്വന്തം, അപ്പനി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ള ഒരു ദുനിയ വേൾഡ്, അവരുടേതായിട്ടുള്ള ഒരു ലോകം, ഏക്ക് ബസാത്ത ഹേ ആ ബസാത്ത എന്ന് പറഞ്ഞാൽ അവർ കെട്ടിപ്പടുത്ത് ഉയർക്കുന്നു, ബിൽറ്റ് ചെയ്യുന്നു. എവിടെയാണോ അവർക്ക് താമസിക്കേണ്ടത് അവിടെ അവരുടേതായിട്ടുള്ള ഒരു ലോകം അവർ കെട്ടിപ്പടുക്കുന്നു. ദിൻഭർ കർത്തേ ഹേ കാം അവർ ദിവസം മുഴുവൻ പകലും മുഴുവൻ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കാം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. രാത്മേം പേടോം പർ സോ ജാത്താ ഹേ രാത്രിയിൽ, രാത്മേ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ, പേടോം പർ സോ ജാത്താ ഹേ അതേ മരത്തിൽ അവർ കിടന്നുറങ്ങുകയും ചെയ്യുന്നു. उनके मन में लोभ नहीं, पाप नहीं, परवाह नहीं, जग का सारा माल हड़प कर जाने की भी चाह नहीं. उनके मन में അവരുടെ മനസ്സിൽ ലോബ് നഹിം, ഉൻകെ മന്മേ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ലോബ് നഹിം, ലോബ് എന്ന് പറഞ്ഞാൽ ഗ്രീഡ്, ആർത്തിയില്ല. പാപ് നഹിം ഒരു സിൻ, പാപവുമില്ല. പർവാഹ് നഹിം എന്ന് പറഞ്ഞാൽ കെയർലെസ്, ഒരു അശ്രദ്ധയുമില്ല, അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ച് അവർക്ക് ഒരുപാട് ചിന്തകളില്ല. ഉൻകെ മന്മേം ലോബ് നഹിം, പാപ് നഹിം, പർവാഹ് നഹി അവരുടെ മനസ്സിൽ ഗ്രീഡില്ല, സിന്നില്ല, അതുപോലെ തന്നെ അവർ കെയർലെസ്നെസ്സുമല്ല, അവർക്ക് ഒരുപാട് ചിന്തകളുമില്ല. ജഗ് കാ സാര മാൽ ഹഡപ് കർ ജാനെ കെ ബി ചാഹ് നഹിം. ജഗ് എന്ന് പറഞ്ഞ വേൾഡ്, സാര മാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ മുഴുവൻ സ്വത്തുക്കളും ധനങ്ങളും, ഹഡപ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട്, ജാനെ കെ ബി ചാഹ് നഹീം അവർക്ക് ലോകത്തിലുള്ള എല്ലാ സ്വത്തുക്കളും അവർക്ക് എടുത്തുകൊണ്ട് പോകണം, അവർ പോകുന്നിടത്തേക്ക് അവർക്ക് കൊണ്ടുപോകണം, ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും അവർക്ക് വേണം എന്നുള്ള ചാഹ് നഹീം ആഗ്രഹങ്ങളും അവർക്കില്ല. ജോ മിൽത്താ ഹേ അപ്നെ श्रम से उतना भर ले लेते हैं, बच जाता जो औरों के हित उसे छोड़ वे देते हैं. അതായത് ജോ മിൽത്താ ഹെ അവർക്ക് എത്രയാണോ കിട്ടുന്നത്, അപ്പനെ ശ്രംസെ അവരുടെ ആ ഒരു ഹാർഡ് വർക്കിലൂടെ, അവരുടെ ആ ഒരു ശ്രമത്തിലൂടെ അവർക്ക് എത്ര ലഭിക്കുന്നുവോ, ഉത്തന ബർലേ ലേത്തെ ഹെ അത്രയും മാത്രം അവർ നിറച്ചുകൊണ്ട് പോകുന്നു, അതിൽ കൂടുതലൊന്നും അവർ നിറച്ചുകൊണ്ട് പോകുന്നില്ല. ബജ് ജാത്താജോ എന്നാൽ ബാക്കി വരുന്ന എന്തെങ്കിലും, ബജ് ജാത്താജോ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആയിട്ടുള്ളത്, അവരുടെ കയ്യിൽ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഔരോം കെ ഹിത് ഉസേ ചോടുവേ ദേത്ത ഹെ ഔരോം എന്ന് പറഞ്ഞാൽ ദൂസരോ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ അത് അവരുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളത്, അധികം വരുന്നത് അവർക്ക് കൊടുക്കുന്നു. ഇവർ സ്വന്തമായിട്ട് സൂക്ഷിക്കുന്നില്ല, അവരുടെ കയ്യിൽ എന്താണോ ബാക്കി വരുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു. सीमाहीन गगन में उड़ते निर्भय विचरण करते हैं, नहीं कमाई से औरों की अपना गर्वे भरते हैं. സീമാഹീൻ ഗഗൻമേം അതിരുകളില്ലാത്ത, ഗഗൻ എന്ന് പറഞ്ഞാൽ ആകാശം, സീമാഹീൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റുകളില്ലാത്ത ആ ഒരു ആകാശത്തിൽ, എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു സ്കൈയിൽ, ഉടുത്തേഹെ അവർ പറക്കുന്നു, നിർഭയ് വിചരൺ കർത്തേഹെ ഭയമില്ലാതെ, ഒരു പേടിയുമില്ലാതെ, വിചരൺ കർത്തേഹെ എന്ന് പറഞ്ഞാൽ റോം ചെയ്യുന്നു, വാണ്ടറിങ് ചെയ്യുന്നു, അലഞ്ഞു തിരിഞ്ഞ് അവർ പറക്കുന്നു. നെഹിം കമായി സെ ഔരോം കി അപ്ന ഗർവേ ഭർത്തേഹെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമായി എന്ന് പറഞ്ഞാൽ ഏണിങ്സ്, ഔരം എന്ന് പറഞ്ഞാൽ ദൂസരം, മറ്റുള്ളവരുടെ ഒരു സമ്പാദ്യം, ഏണിങ്സിലൂടെ അവർ അപ്പന ഗർവേ ഭർത്തേഹെ അവർ ഒരിക്കലും അവരുടെ വീട് നിറയ്ക്കുന്നില്ല, മറ്റുള്ളവരുടെ സമ്പാദ്യം കൊണ്ട് അവർ ഒരിക്കലും അവരുടെ വീട് നിറയ്ക്കില്ല. വേ കഹത്തെ ഹേ മാനവ് സീക്കോ തും ഹംസെ ജീന ജഗ്മേം, ഹം സ്വച്ച് അവർ ക്യൂ തുമ്നെ ഡാലി ഹേ ബേഡി പഗ്മേ. അതായത് വേ കഹത്തെ ഹേ മാനവ് സീക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അവർ പറയുന്നു, മാനവ് സീക്കോ നിങ്ങൾ പഠിക്കൂ, എന്ത് പഠിക്കൂ എന്നാണ് അവർ പറയുന്നത്. തും ഹംസെ ജീന ജഗ്മേം നിങ്ങൾ ഞങ്ങളെ പോലെ തന്നെ എന്ത് ചെയ്യുക, ജീവിക്കുക, വേൾഡിൽ നിങ്ങളുടേതായ ലോകത്തിൽ നിങ്ങൾ ഞങ്ങളെ പോലെ തന്നെ ജീവിക്കുക. ഹം സ്വച്ഛന്ത് അവർ ക്യോം തും ഡാലി ഹേ ബേഡി പങ്കുമേം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് വേ കഹത്തെ ഹേ മാനവ് സീക്കോ തും ഹംസെ ജീന ജഗ്മേം ഹം സ്വച്ഛന്ത് അവർ ക്യോം തുമ്നെ ഡാലി ഹേ ബേഡി പഗ്മേം.
വേ കഹത്തെ ഹേ അവർ പറയുന്നു, മാനവ് അല്ലയോ മനുഷ്യ, സീഖോ തും ഹംസെ നീ ഞങ്ങളിൽ നിന്ന് പഠിക്കൂ, ജീന ജഗുമേം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നീ ഞങ്ങളിൽ നിന്നു പഠിക്കൂ. ഹം സ്വച്ഛന്ത് അവർ ക്യോം തുമ്നെ ഡാലി ഹേ ബേഡി പഗുമേ. ഹം സ്വച്ഛന്ത് ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? വളരെ സ്വതന്ത്രമായിട്ടാണ് ഞങ്ങൾ ലോകത്തിൽ, സ്വച്ഛം എന്ന് പറഞ്ഞാൽ ഫ്രീഡത്തോടു കൂടി സ്വതന്ത്രമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവർ ക്യോം തുമ്നെ ഡാലി ഹേ ബേഡി പഗുമേ പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ കാലുകളിൽ, പകെന്ന് പറഞ്ഞാൽ കാലുകളിൽ, ബേഡി ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുന്നത്, ചങ്ങലകൾ ഇടുന്നത്, അല്ലെങ്കിൽ ചങ്ങലകളാൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കാലുകളെ ബന്ധിച്ചിരിക്കുന്നത്? ഞങ്ങളെ കണ്ടു പഠിക്കൂ, ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത് വളരെ സ്വതന്ത്രമായാണ് എന്നാണ് പക്ഷികൾ പറയുന്നത്. तुम देखो हमको फिर अपनी सोने की कड़ियाँ तोड़ो, ओ मानव तुम मानवता से द्रोह भावना को छोड़ो. തും ദേക്കോ ഹംകോ നീ ഞങ്ങളെ നോക്കൂ, ഫിർ അപ്പനി സോനേക്ക് കടിയാ തോടോ അതിനുശേഷം നിന്റെ കാലുകൾ ബന്ധിച്ചിരിക്കുന്ന സോനേക്ക് സ്വർണം കൊണ്ടുള്ള ആ ചങ്ങലകൾ തോടോ പൊട്ടിച്ചെറിയൂ. ഓ മാനവ് തും മാനവദാസെ ദ്രോഹു ഭാവന കോ ചോടോ അല്ലയോ മനുഷ്യ നീ മനുഷ്യത്വത്തിൻ്റെ ദ്രോഹഭാവന, മനുഷ്യത്വത്താൽ രൂപപ്പെട്ട നിന്റെ ദ്രോഹഭാവനകൾ, ദ്രോഹപ്പെടുത്തുന്ന ചിന്തകളെല്ലാം ചോടോ ഉപേക്ഷിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. पीपल की डाली पर चिड़िया यही सुनाने आती है, बैठ गड़ी पर हमें चकित आकर गाकर फिर उड़ जाती है, द्रोह भावना को छोड़कर. पीपल की डाली पर चिड़िया यही सुनाने आती है. പീപ്പൽ മരത്തിൻ്റെ കൊമ്പിൽ ഇരിക്കുന്ന പക്ഷികൾ യഹി സുനാനെ ആത്തി ഹേ ഇത് പാടുവാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു കഥ പറയുവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ബൈട്ടി ഗഡി ഭർ ഹമേൻ ചകിത് കർ ഗാക്കർ ഫിർ ഉഡ് ജാത്തി ഹേ. ബൈട്ട് ഗഡീബർ അതാ മരത്തിൻ്റെ കൊമ്പിൽ കുറച്ച് നേരം ഇരുന്ന്, ബൈട്ട് ഗഡീബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പനേരം ഇരുന്നു കൊണ്ട്, ബൈട്ട് ഗഡീബർ കുറച്ച് നേരം ഇരുന്നു കൊണ്ട്, ഹമേൻ ചകിദ്കർ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ട്, വിസ്മയിപ്പിച്ചുകൊണ്ട്, ഗാക്കർ ഫിർ ഉഡ് ജാത്തി ഹേ പാടി, അത് പാട്ടും പാടി പിന്നീടത് അവിടെ നിന്ന് പറന്നു പോകുന്നു. പീപ്പൽ കി ഡാലി പർ ചിടിയ മരത്തിൻ്റെ കൊമ്പിലിരുന്നു കൊണ്ട് പക്ഷികൾ എഹ് സുനാനെ ആത്തി ഹേ ഇത് പറയുവാനാണ് മരത്തിൻ്റെ കൊമ്പിൽ വന്നിരുന്ന് പാട്ട് പാടുന്നത്. കുറച്ചു നേരം ഇരുന്നു കൊണ്ട് അത് പാട്ട് പാടുന്നു. ഹമേൻ ചകിദ്കർ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് അത് പാട്ട് പാടി പിന്നീട് അത് അവിടെ നിന്ന് പറന്ന് ഉയരുന്നു. ഇതാണ് കഥയുടെ പോയത്തിൻ്റെ എൻഡിങ്. ഇത് RC പ്രസാദ് സിംഗ് ആണ് എഴുതിയത്. അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പാരഗ്രാഫ് ഉണ്ട് ഇവിടെ. കവീസെ പരിചയം. RC प्रसाद सिंह प्रकृति और जीवन संघर्ष को अपनी रचनाओं में प्रमुखता से चित्रित करने वाले कवि है. RC പ്രസാദ് സിംഗ് എന്ന് പറയുന്നത് പ്രകൃതി അവർ ജീവൻ സംഘർഷ്, നേച്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ ലൈഫ് സ്ട്രഗിളിനെ കുറിച്ചുമെല്ലാം അപ്പനി രചനാവുമേ തങ്ങളുടെ രചനകളിൽ പ്രമുഖദാസെ വളരെ പ്രാധാന്യത്തോടു കൂടി ചിത്രിത് കർണേ വാലെ കവി ഹെ ചിത്രീകരിക്കുന്ന ഒരു കവിയാണ്. വേ അപ്പനി രചനാവുമേ അദ്ദേഹം തൻ്റെ രചനകളിൽ പ്രേം, കരുണ, ത്യാഗ്, ബലിദാൻ, മുക്തി और मिलजुल कर एवं सुंदर संसार रचने की कल्पना करते हैं. അദ്ദേഹം തൻ്റെ രചനകളിൽ പ്രേമം, കരുണ, ത്യാഗ്, ബലിദാൻ, സാക്രിഫൈസ്, മുക്തി, ഫ്രീഡം, അവർ മിൽജുൽക്കർ ലിവിങ് ടുഗദർ, ലിവ് ടുഗദർ, ഏക് സുന്ദർ സംസാർ രചന ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു സുന്ദർ സംസാർ ഒരു മനോഹരമായ ലോകം രചനയ്ക്ക് കൽപ്പന കർത്തിയത് കെട്ടിപ്പടുക്കുന്ന ഒരു സ്വപ്നം അദ്ദേഹം കാണാറുണ്ട്. തൻ്റെ ഈ രചനകളിലൂടെ അദ്ദേഹം നല്ല സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്ന സ്വപ്നം അദ്ദേഹം കാണാറുണ്ട്. ജയ്സാക്കി ഇതുപോലെ ചിടിയ കവിതാമേം ആപ്നെ പഠ നമ്മൾ ചിടിയ എന്ന കവിതയിൽ പഠിച്ചിരിക്കുന്നത് പോലെ ഉന്നോനെ ചിടിയ കെ മാധ്യം സെ കിത്തനി സുന്ദർ ബാത് കഹി ഹെ അദ്ദേഹം ചിടിയ എന്ന പോയത്തിലൂടെ ആ ഒരു പോയത്തിലൂടെ കിത്തനി സുന്ദർ ബാത് കഹി ഹെ എത്ര മനോഹരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചിടിയ ബൈട്ടി പ്രേം പ്രീതി കി രീതേ ഹമേം സിക്കലാത്തി ഹെ
വഹ് ജഗ്മേ ബന്ദി മാനവുക്കോ മുക്തി മന്ത്ര ബദലാത്തി ഹെ. അതായത് ആ ഒരു പോയത്തിൽ നിന്നുള്ള ഒരു പോർഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ചിടിയാ ബൈട്ടി പ്രേം പ്രീതി കി രീതി ഹമേ സിഖലാത്തി ഹെ. മരത്തിൻ്റെ കൊമ്പിലിരുന്നു കൊണ്ട് ചിടിയ പക്ഷികൾ പ്രേം പ്രീതിക്ക് ഒരു സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു മാർഗം നമ്മളെ സിഖലാത്തി ഹെ പഠിപ്പിക്കുകയാണ്. വഹ് ജഗ് കെ ബന്ദി മാനവുക്കോ മുക്തി മന്ത്ര ബദലാത്തി ഹെ. അവർ ജഗത്തിലെ ലോകത്തിലെ ബന്ദിയാക്കപ്പെട്ട ബന്ധസ്ഥനാക്കപ്പെട്ട മനുഷ്യനെ എന്ത് പറഞ്ഞു കൊടുക്കുകയാണ്? മുക്തി മന്ത്രം, മോചന മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. സ്വതന്ത്രനാവാനുള്ള ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. കലാപി അവർ ആരസി. കലാപി എന്ന് പറയുന്നതും ആരസി എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ ചർച്ചിത് കവിതാ ചർച്ചിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കവിതാ സംഗ്രഹങ്ങളാണ്. അപ്പോൾ ഒന്നും കൂടി പോയത്തിലേക്ക് പോവാം. ചിടിയ പീപ്പൽ കി ഊഞ്ചി ഡാലി പർ ബൈട്ടി ചിടിയ ഗാത്തി ഹെ. പീപ്പലിൻ്റെ ഉയരമുള്ള മരത്തിൻ്റെ കൊമ്പിലിരുന്നു കൊണ്ട് ബൈട്ടി ചിടിയ ഗാത്തി ഹെ ഇരുന്നു കൊണ്ട് പക്ഷി പാടുകയാണ്. തുമേം ഗ്യാത് ക്യാ അപ്പനി ബോലി മേം സന്ദേശ് സുനാത്തെ ഹെ. നിങ്ങൾക്കറിയാമോ അവർ അവരുടെ ആ ഒരു പാട്ടുകളിൽ തന്നെ നമ്മൾക്കായിട്ടൊരു മെസ്സേജ് തരുന്നതായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് കവി നമ്മളോട് ചോദിക്കുകയാണ്. ചിടിയ ബൈട്ടി പ്രേം പ്രീതി കി രീതി ഹമേം സിഖലാത്തി ഹെ. ചിടിയ മരത്തിൻ്റെ കൊമ്പിലിരുന്നു കൊണ്ട് സ്നേഹത്തിൻ്റെയും പ്രേം പ്രീതി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും ഒരു മാർഗം, രീതി എന്ന് പറഞ്ഞാൽ മാർഗം നമ്മളെ സിഖലാത്തി ഹെ പഠിപ്പിക്കുകയാണ്. വഹ് ജഗ്മേം ബന്ദി മാനവുക്കോ മുക്തി മന്ത്ര ബദലാത്തി ഹെ. അത് ജഗത്തിൽ വേൾഡിൽ ബന്ദിയാക്കപ്പെട്ട മുക്തനാകാത്ത ഒരു മനുഷ്യന് മുക്തി മന്ത്രം, ഒരു സ്വാതന്ത്ര്യ മന്ത്രം, ഒരു ലിബറേഷൻ മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. വൻമേ ജിത്തന പഞ്ചി ഹെ ഗഞ്ചൻ കബോത് ചാതക് കോകിൽ കാഗ് ഹംസ് ശുഗ് ആദി വാസ് കർത്തേ ഹെ സബ് ആപ്പസ് മേം ഹിൽമിൽ. വനത്തിൽ എത്രത്തോളം പക്ഷികളുണ്ടോ, അതായത് ഗഞ്ചൻ കബോത്ത് അതായത് വാലാട്ടിക്കിളി, പ്രാവ്, കുയിൽ, കാക്ക, ഹംസ്, അതുപോലെ തന്നെ തത്ത, ഇതുപോലെ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് ഐക്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. സബ് മിൽ ജുൽക്കർ രഹത്തെ ഹെ വേ സബ് മിൽ ജുൽക്കർ ഗാത്തെ ഹെ. അവരെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്, അവരെല്ലാവരും ഒരുമിച്ചാണ് കാത്തെ ഹെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത്. ആസ്മാൻ ഹി ഉൻകാ ഗർ ഹെ ജഹാം ചാഹത്തെ ജാത്ത ഹെ. അവർക്ക് പ്രത്യേകിച്ചൊരു ഗർ എന്ന് പറയുന്നതില്ല. ആസ്മാൻ പൂര സ്കൈ തന്നെ അവരുടെ ഒരു വീടാണ്. ജഹാം ചാഹത്തെ ജാത്തെ ഹെ. എവിടേക്കാണോ അവർക്ക് പോകേണ്ടത് അങ്ങോട്ട് അവർ പോകുന്നു. രഹത്തെ ജഹാം വഹാം വേ അപ്പനി ദുനിയ ഏക് ബസാത്തെ ഹെ. എവിടെയാണോ അവർ താമസിക്കുന്നത് അവിടെ അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകം തന്നെ പണിതുയർത്തുന്നു, കെട്ടിപ്പടുക്കുന്നു. ദിൻഭർ കർത്തേ ഹെ കാം രാത് മേ പേടോം പർ സോ ജാത്ത ഹെ. ദിവസം മുഴുവൻ ജോലി എടുത്തുകൊണ്ട് രാത്രിയിൽ അവർ മരത്തിൻ്റെ കൊമ്പുകളിൽ പോയി കിടന്ന് ഉറങ്ങുന്നു. ഉൻകെ മൻ മേ ലോഭ് നഹിം പാപ് നഹിം പർവാഹ് നഹിം ജഗ് കാ സാരാ മാൽ ഹഡപ് കർ ജാനെ കി ബി ചാഹ് നഹിം. അവരുടെ മനസ്സിൽ ലോഭ്, ഗ്രീഡിയില്ല, പാപമില്ല, പർവാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്രദ്ധ, അതുപോലെ തന്നെ ഒന്നിനെക്കുറിച്ചും ഒരുപാട് ചിന്തകളും ഇല്ല. ജഗ് കാ സാരാ മാൽ ഹഡപ് കർ ജാനെ കെ ബി ചാഹ് നഹിം. ലോകത്തിലെ മുഴുവൻ സ്വത്തുക്കളും വഹിച്ചുകൊണ്ട് അവർക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹവും അവർക്കില്ല. ജോ മിൽത്താ ഹെ അപ്നെ ശ്രമം സെ ഉത്തനാ ഭർ ലേ ലേത്തെ ഹെ. എത്രയാണോ അവരുടെ ശ്രമത്തിലൂടെ അവരുടെ ഹാർഡ് വർക്കിലൂടെ അവർക്ക് കിട്ടുന്നത് അത്രയും മാത്രം അവർ നിറച്ചുകൊണ്ട് പോകുന്നു. ബജ് ജാത്ത ജോ ഓരോം കെ ഹിത് ഉസേ ചോടുവേ ദേത്തെ ഹെ. എത്രയാണോ ബാക്കി വരുന്നത്, ബജാത്താജോ എന്ന് പറഞ്ഞാൽ ബാക്കി എത്രയാണോ വരുന്നത്, ഔരോം കെ ഹിത, അത് മറ്റുള്ളവർക്കായിട്ട് അവർ നൽകുന്നു. സീമാഹീൻ ഗഗൻമേം ഉടുത്തെ നിർഭയ് വിചരൺ കർത്താ ഹെ. അതായത് അതിരില്ലാത്ത ആകാശത്തിൽ, എൻഡ്ലെസ് ആയിട്ടുള്ള ആകാശത്തിൽ അവർ പറക്കുന്നു. നിർഭയ് വിചരൺ കർത്തേ ഹെ. ആരെയും പേടിക്കാതെ അവർ അതിലെ ഇതിലെയും വാണ്ടറിങ് ചുറ്റിത്തിരിയുന്നു. നെഹിം കമായി സെ ഔരോം കി അപ്ന ഗർവേ ഭർത്താ ഹെ. മറ്റുള്ളവരുടെ സമ്പാദ്യം കൊണ്ട് അവർ ഒരിക്കലും അവരുടെ വീട് നിറയ്ക്കുന്നില്ല. വേ കഹത്തെ ഹെ മാനവ് സീക്കോ തും ഹംസെ ജീന ജഗ്മേ ഹം സ്വച്ഛന്ത് അവർ ക്യോം തുമ്നെ ഡാലി ഹെ ബേഡി പങ്കുമേ. അതായത് വേ കഹത്തെ ഹെ അവർ പറയുന്നു, മാനവ് അല്ലയോ മനുഷ്യ, സീക്കോ തും ഹംസെ ജീന ജഗ്മേ, ഞങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് നീ ഭൂമിയിൽ ജീവിക്കൂ. ഹം സ്വച്ഛന്ത്, ഞങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നത് വളരെ സ്വതന്ത്രമായിട്ടാണ്. അവർ ക്യോം തുമ്നെ ഡാലി ഹെ ബേഡി പകുമേ, പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ കാലിൽ ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുന്നത്.
തും ദേക്കോ ഹംകോ ഫിർ അപ്പനി സോനെ കി കടിയാം തോടോ, നീ ഞങ്ങളെ നോക്കൂ, എന്നിട്ട് എന്ത് ചെയ്യണം, സ്വന്തം കാലിലെ സ്വർണം കൊണ്ടുള്ള ആ ചങ്ങലകളെല്ലാം തോടോ പൊട്ടിച്ചെറിയൂ. ഓ മാനവ് തും മാനവദാസെ ദ്രോഹ ഭാവനാക്കോ ചോടോ, അല്ലയോ മനുഷ്യ, നീ മനുഷ്യത്വം കൊണ്ടുള്ള നിന്റെ ആ ഭാവനകൾ, ദ്രോഹ ചിന്തകൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആ ചിന്തകൾ നീ ഉപേക്ഷിക്കൂ. പീപ്പൽ കി ഡാലി പർ ചിടിയ യഹ് സുനാനെ ആത്തി ഹെ ബൈട്ടി ഗഡീബർ ഹമേं ചകിത് കർ ഗാക്കർ ഫിർ ഉടി ജാത്തി ഹെ. പീപ്പിൾ കി ഡാലി പർ ചിടിയ, മരത്തിൻ്റെ കൊമ്പിലിരുന്നു കൊണ്ട് പാടുന്ന പക്ഷികൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. കുറച്ചു നേരം ഇരുന്ന്, ബൈട്ട് ഗഡീബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പനേരം ഇരുന്ന്, ഹമേं ചകിത് കർ, നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട്, നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട്, നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ട്, ഗാക്കർ ഫിർ ഉടി ജാത്തി ഹെ, പാടിക്കൊണ്ട് പിന്നീട് അത് അവിടെ നിന്ന് പറന്നു പോകുന്നു എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ ഇതിൻ്റെ ഓരോ സ്റ്റാൻസയുടെയും വാക്കിയും ഓരോ വേർഡ് മീനിങ്ങും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണേ. താങ്ക് യു. ആദ്യത്തെ ഫസ്റ്റ് 2 സ്റ്റാൻസയുടെ മീനിങ് ആണ്, അർത്ഥമാണ്. उपयुक्त पंक्तियों में कवि ने चिड़िया के गाने के एक साधारण दृश्य को गहरे भावों से जोड़कर प्रस्तुत किया है. അതായത് മുകളിൽ തന്നിരിക്കുന്ന ആ ലൈനുകളിൽ കവിനെ ചിടിയാക്കെ ഗാനയ്ക്ക് ഏക്ക് സാധാരണ ദൃശ്യക്കോ, കവി ഒരു പക്ഷിയുടെ ഗാനത്തിൻ്റെ ഒരു സാധാരണ ദൃശ്യം അതിൻ്റെ ഒരു ഭാവത്തോട് ചേർത്ത് ഇവിടെ അവതരിപ്പിക്കുകയാണ്. കവി कहता है कि पीपल की पेड़ की ऊंचा शाख पर बैठी चिड़िया मधुर गीत गा रही है. കവി എന്താ പറയുന്നത്? പീപ്പിൾ കി പേട് കി ഊഞ്ചി ശാഖ പർ, പീപ്പിൾ എന്ന മരത്തിൻ്റെ ഉയരത്തിലുള്ള ഒരു ബ്രാഞ്ചിൽ ഇരുന്നു കൊണ്ട്, ചിടിയ മധുർ ഗീത് ഗാ രഹി ഹെ, പക്ഷി മധുരമായ നല്ല സ്വീറ്റായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. കവി ഹംസെ പ്രശ്ന കർത്തെ ഹേ കി ക്യാ തും ചിടിയ കെ ഗീത് കോ സമജ് പാ രഹി ഹോ, കവി നമ്മളോട് ചോദിക്കുകയാണ്, ക്യാ തും ചിടിയ കെ ഗീത് കോ, നിങ്ങൾ ചിടിയുടെ, ആ പക്ഷിയുടെ ആ ഒരു ഗാനം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ, നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്നും മനസ്സിലാക്കാനായോ? उत्तर देते हुए कवि कहते हैं कि चिड़िया का यह गीत कोई साधारण गीत नहीं है. ഉത്തരം പറഞ്ഞുകൊണ്ട് കവി പറയുകയാണ്, ചോദ്യം തന്നെ കവി ചോദിക്കുന്നു, അതിൻ്റെ ഉത്തരവും കവി തന്നെ പറയുന്നു. ചിടിയാക്ക യഹ് ഗീത്, പക്ഷിയുടെ ഈ ഗീത്, പാട്ട്, കോയി സാധാരണ ഗീത് നെഹിം ഹെ, സാധാരണ ഒരു പാട്ടല്ല. പിന്നെയോ അതിലെന്താ മറഞ്ഞു കിടക്കുന്നത്? प्रश्न करते रही हो, उत्तर देते हुए कवि कहते हैं कि चिड़िया का यह गीत कोई साधारण गीत नहीं है, बल्कि इसमें एक संदेश छिपा है. പകരം ഇതിന് ഉള്ളിൽ, ഈ ഒരു അവരുടെ ആ ഒരു പാട്ടിനുള്ളിൽ ഒരു മെസ്സേജ്, സന്ദേശം എന്ന് പറഞ്ഞ ഒരു മെസ്സേജ്, ചിപ്പാഹെ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നുണ്ട്, ഒളിച്ചിരിക്കുന്നുണ്ട്. ചിടിയാക്കെ ഇസ് ഗീത് മേ പ്യാർ ഔർ സൗഹാർദ്ദ അത്ത സ്നേഹ കി തരീക്ക ചിപ്പി ഹെ, ചിടിയായുടെ ഈ ഒരു പാട്ടിൽ, ഗീതത്തിൽ പ്യാർ ഔർ സൗഹാർദ്ദ, സ്നേഹം, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, അതായത് സ്നേഹക്കി തരീക്ക ചിപ്പി ഹെ, സ്നേഹിക്കേണ്ട ഒരു മാർഗം ഒളിഞ്ഞിരിക്കുന്നു. വഹ് ഹമേം ജീവൻ ജീനേക്ക സഹി താരിക്ക സിക്കാത്തി ഹെ, അവർ നമ്മളെ ജീവിക്കേണ്ടതിനുള്ള ഒരു ശരിയായ മാർഗം, തരീക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാർഗം, വേ സിക്കാത്തി ഹെ, പഠിപ്പിക്കുന്നു. കഹനേക്ക ആശയ ഹേക്കി, പറയുന്ന ആ ഒരു ഉദ്ദേശം, അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിടിയ ഹമേ സിക്കാത്തി ഹേക്കി, ചിടിയ നമ്മളെ പഠിപ്പിക്കുന്നു എന്തെന്നാൽ, ജീവൻ മേം പ്രേം ഔർ ശാന്തി കാ മാർഗ് ഹി ശ്രേഷ്ഠ ഹെ, ജീവിതത്തിൽ ലവ്, പ്യാർ അല്ലെങ്കിൽ ശാന്തി, സമാധാനം, ഈ 2 മാർഗങ്ങളും ശ്രേഷ്ഠമാണ്. ചിടിയ ഏക്ക് സ്വതന്ത്ര പക്ഷി ഹെ, ചിടിയ എന്ന് പറഞ്ഞത് ഒരു സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഒരു പക്ഷിയാണ്. ജിസ്മേം ലോബ് യാ ബന്ധൻ കി കോയി ഭാവന നഹിം ഹെ, ഇതിൽ ലോബ് എന്ന് പറഞ്ഞാൽ ഗ്രീഡി, ആർത്തി, അല്ലെങ്കിൽ ബന്ധൻ, എന്തെങ്കിലും ഒരു തടസ്സമോ, അല്ലെങ്കിൽ കോയി ഭാവന നഹിം ഹെ, എന്തിൻ്റെ ഒരു ഭാവനയോ ഒന്നും ഇതിനകത്ത് ഇല്ല. ഇസി കാരൺ ചിടിയ मोह माया के बंधन में झगड़े हुए मानव को मुक्ति मंत्र बताती है. ഇതുകൊണ്ട് തന്നെ ചിടിയ
മോഹ് മായാക്കെ ബന്ധന്മേ, ആഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ അല്ലെങ്കിൽ അതിൽ തന്നെ നിന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കു കൂടുന്ന ആൾക്കാരെ എന്ത് പഠിപ്പിക്കുകയാണ്? മുക്തി മന്ത്ര ബതാത്തിഹെ, അവർക്ക് ജീവിക്കാൻ വേണ്ടി, അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിബറേഷൻ മന്ത്ര, ഒരു മോചന മന്ത്രം പക്ഷി ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ആദ്യത്തെ 2 സ്റ്റാൻസയുടെ മീനിങ് എന്ന് പറയുന്നത്. അടുത്ത 3, 4 സ്റ്റാൻസയുടെ മീനിങ് ആണ് വ്യാഖ്യ. വ്യാഖ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം. उपर्युक्त पंक्ति में कवि ने പക്ഷിയോം की जीवन शैली का सुंदर चित्रण किया है. മുകളിൽ തന്നിരിക്കുന്ന ലൈനുകളിൽ കവി പക്ഷിയോം की जीवन शैली, പക്ഷിയുടെ ഒരു ജീവിത മാർഗത്തിൻ്റെ സുന്ദർ ചിത്രം കിയാ ഹെ, ഒരു സുന്ദരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. കവി ബത്താത്ത ഹെ കി ജംഗൽ മേം തരഹ് തരഹ് കി അനേക പക്ഷി രഹത്തെ ഹെ, കവി പറയുകയാണ് കാടിനുള്ളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പക്ഷികൾ താമസിക്കുന്നു. ജയ്സെ ഗഞ്ചൻ, കബൂത്തർ, പപീഹ, കോയൽ, കവ്വ, ഹംസ്, തോത്ത ആദി ഇത്യാദി. അതായത് വാലാട്ടിക്കിളിയും പ്രാവും കോയൽ കുക്കുവും കാക്കയും തത്തയും ഒക്കെ അടങ്ങുന്ന ഒരുപാട് പക്ഷികൾ കാടിനുള്ളിൽ താമസിക്കുന്നു. വേ സബി പക്ഷി ഏക് സാത്ത് മിൽ ജുൽക്കർ രഹത്തെ ഹെ, ആ പക്ഷികളെല്ലാം ഒന്നിനൊന്നായിട്ട് അവർ ഒന്നിച്ചാണ് ജീവിക്കുന്നത്. മിൽ ജുൽക്കർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവർ മിൽ ജുൽക്കർ ഗാത്തി ഹെ, അതുപോലെ തന്നെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. കഹനേക്ക ആശയ യഹേക്ക്, പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്നാൽ ഉന്മേ മാപ്പസി സഹയോഗി ഭാവന ഹോത്തി ഹെ, അവരിൽ സഹയോഗികളോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ഫീലിങ്സ് അവരിൽ ഉണ്ട്. പൂര ആസ്മാൻ ഹി ഉൻക ഗർ ഹോത്തി ഹെ, ഈ പൂര ആകാശം മൊത്തം അവരുടെ ഒരു വീട് തന്നെയാണ്. ജഹാം ചാഹെ ബിന കിസി ഡർക്കെ ഉടുക്കർ ജാ സക്ത ഹെ, എവിടെയാണോ പോകേണ്ടത് അവിടേക്ക് ഒരു ഭയവുമില്ലാതെ പറന്നു പോകാൻ അവയ്ക്ക് കഴിയും. കാരണം ഈ ആകാശം തന്നെ സ്വതന്ത്രമായി വിശാലമായി കിടക്കുന്ന ഈ ഒരു ആകാശം തന്നെ അവർക്ക് സ്വന്തമാണ്. അതാണ് അവരുടെ വീടും. ബാവ് യഹ്ഹേക്ക് പൂരി തരഹ് സ്വതന്ത്ര ഹോത്തെ ഹെ, എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ എല്ലാ തരത്തിലും സ്വതന്ത്രമാണ്, ഫ്രീ ആണ്. അടുത്തത് 5, 6 സ്റ്റാൻസയുടെ അർത്ഥമാണ്. ഉപര്യുക്ത പങ്ക്തി മേ കവി പക്ഷിയോം കെ സരൾ സ്വതന്ത്ര ജീവൻ കി സുന്ദരത ദിക്കാത്ത ഹെ, മുകളിൽ തന്നിരിക്കുന്ന ലൈനുകളിൽ സ്റ്റാൻസയിൽ കവി പക്ഷിയോം കെ, കവി പക്ഷികളുടെ സരൾ സ്വതന്ത്ര, ലളിതവും സിമ്പിളും സ്വതന്ത്ര ഫ്രീയുമായിട്ടുള്ള ജീവിതത്തിൻ്റെ സുന്ദരത, ആ ഒരു ഭംഗി നമ്മളെ പറഞ്ഞു തരികയാണ്, കാണിച്ചു തരികയാണ്. കവി കഹത്തെ ഹെ കി പക്ഷി ജഹാം രഹത്ത ഹെ, കവി പറയുന്നു പക്ഷികൾ എവിടെയാണോ താമസിക്കുന്നത് വഹാം അപ്പനെ ചോട്ടീസി ദുനിയ ബസാ ലെത്തെ ഹെ, അവിടെ അവർ അവരുടേതായിട്ടുള്ള ഒരു ചെറിയൊരു ലോകം തന്നെ അവർ കെട്ടിപ്പടുക്കുന്നു, ഉണ്ടാക്കിയെടുക്കുന്നു. ബസാലേത്തേഹ് എന്ന് പറഞ്ഞാൽ ബിൽറ്റ് ചെയ്യുന്നവർ അവരുടേതായിട്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുന്നു. ദിൻ ഭർ മെഹനത്ത് കർക്കെ ഭോജൻ കാ തലാഷ് കർത്തെ ഹെ, ദിവസം മുഴുവൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് ഭക്ഷണത്തിലുള്ള അന്വേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ രാത് മേ പേടോം കി ഡാലിയ പർ സോ ജാത്ത ഹെ, രാത്രിയിൽ വന്ന് ആ ഒരു മരത്തിൻ്റെ ബ്രാഞ്ചിൽ വന്നിട്ട് ഉറങ്ങുന്നു. ഉൻകെ മൻമേ കോയി ലാലച്ച് നെഹിം ഹോത്ത ഹെ, അവരുടെ മനസ്സിൽ ഒരു ആർത്തിയും, ലാലച്ച് എന്ന് പറഞ്ഞാൽ ഗ്രീഡി, ആർത്തിയും ഇല്ല. ന കോയി പാപ്, ഒരു പാപവുമില്ല, സിൻ പാപവുമില്ല. ഓർ നാ കോയി ചിന്താ ബി നഹി ഹെ, ഒന്നിനെക്കുറിച്ചും അവർക്കൊരു ചിന്തയുമില്ല. ഉൻകെ മൻമേം സംസാർ കാ സാരാ ധൻ അകേലെ ഹപട്കർ ജാനെ കെ ബി കോയി ഇച്ഛ നഹിം ഹോത്തി ഹെ, അവരുടെ ആ ഒരു മനസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാർ ലോകത്തിലെ മുഴുവൻ സ്വത്തും ഒന്നിച്ച് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോകണമെന്നോ എന്നോ ഒരു ആഗ്രഹവും അവർക്ക് ഇല്ല. ഭാവ് യഹ് ഹേ കി പക്ഷി സന്തോഷ് പൂർണ്ണ അവർ സ്വതന്ത്ര ജീവൻ ജീത്തേ ഹെ, അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷി അവരുടെ സന്തോഷവും സ്വതന്ത്രവുമായിട്ടുള്ള ഒരു ജീവിതമാണ് പക്ഷി ജീവിക്കുന്നത്. മാനവ് കോബി പക്ഷിയോം സെ സീഖ് ലേനി ചാഹിയെ, മനുഷ്യരും പക്ഷിയുടെ ഈ ഒരു സ്വഭാവം കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അവർ ലാലച്ച് ചോടുക്കർ സദാ ജീവൻ ജീന ചാഹിയെ, ആർത്തി ഗ്രീഡി ഉപേക്ഷിച്ച് എപ്പോഴും ജീവിതം നല്ല ഒരു സിമ്പിളായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണം എന്നാണ് ഈ ഒരു സ്റ്റാൻസയിലൂടെ കവി പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയുടെ വാക്യാണ്
उपर्युक्त पंक्तियों में कवि पक्षियों की संतोषपूर्ण और निस्वार्थक जीवन शैली की प्रशंसा की। कवि कहते हैं कि पक्षी केवल उतना ही लेते हैं जितना वे अपनी मेहनत से इकट्ठा करते हैं. കവി പറയുകയാണ് പക്ഷി അവർക്ക് എത്രയാണോ വേണ്ടത് അത്ര മാത്രമേ അവരുടെ പരിശ്രമത്തിലൂടെ അവർ സ്വരൂപിക്കുന്നു. कहने का आशय है कि പക്ഷി കേവൽ अपना श्रम से प्राप्त भोजन खाते हैं. അതായത് പക്ഷി അതിൻ്റെ സ്വന്തം ഹാർഡ് വർക്കിലൂടെ നേടിയെടുത്ത ഭക്ഷണം മാത്രമേ അത് കഴിക്കുകയുള്ളൂ. യദി കുച്ച് ബച്ച ജാതാ ഹേ തോ വേ ഉസെ ദൂസരോം കെ ഭലെ കെ ലിയെ ചോട് ദേത്തെ ഹേ. അതായത് എന്തെങ്കിലും കുറച്ച് അവരിൽ അവശേഷിക്കുകയാണെങ്കിൽ അവർ സ്വരൂപിച്ചതിൽ നിന്ന് അവർ ഉണ്ടാക്കിയെടുത്തതിൽ ഭക്ഷണത്തിൽ നിന്നും എന്തെങ്കിലും ബാക്കി വരികയാണെങ്കിൽ അവർ മറ്റുള്ളവർക്ക് വേണ്ടി അത് വിട്ടുകൊടുക്കുന്നു. അപ്പനെ പാസ് നെഹിം രഹത്തെ ഹെ. അവർ സ്വന്തം കയ്യിൽ അത് അവശേഷിക്കുന്ന ഭക്ഷണം വയ്ക്കാറില്ല. പക്ഷി സീമാഹീൻ ആകാശ് മേ സ്വതന്ത്രത ഉടുത്തെ ഹെ. പക്ഷി അതിരുകളില്ലാത്ത ആകാശത്തിൽ ഇൻഫിനിറ്റായി പരന്നു കിടക്കുന്ന ആ ഒരു ആകാശത്തിൽ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് പറക്കുന്നതും. ബിനാ കിസി ഡർക്കെ ആകാശ് മേ ഗൂംത്തെ രഹത്തെ ഹെ. ഒരു ഭയവുമില്ലാതെ ആകാശത്തിലൂടെ ഗൂംത്തെ രഹത്തെ എന്ന് പറഞ്ഞാൽ വാണ്ടറിങ് ചുറ്റിത്തിരിയുന്നു. വേ കബി ബി കിസി ഓർ കി മെഹനത് സെ അപ്ന ഘർ നഹിം ഭർത്തെ ഹെ. അവർ മറ്റൊരാളുടെ പരിശ്രമം കൊണ്ട് ഒരിക്കലും അവർ അവരുടെ വീട് നിറയ്ക്കുകയില്ല. अपना घर नहीं भरते हैं എന്ന് പറഞ്ഞാൽ നിറയ്ക്കുകയില്ല. ഭാവ് യഹ് ഹേ കി പക്ഷി ഇമാൻദാർ ഔർ ആദർശ് ജീവൻ ജീനെ വാലെ പ്രാണി ഹേ. പറയുന്നത് എന്തെന്നാൽ പക്ഷി വളരെ ഇമാൻദാരും അതുപോലെ തന്നെ ഇമാൻദാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സത്യസന്ധതയോടുകൂടി, ഇമാൻദാർ എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധതയോടുകൂടിയും അവരുടെ ആദർശത്തോടു കൂടിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാണിയാണ് പക്ഷി. ജോ ഹമേം യഹ് സീഖ് ദേത്താ ഹേ കി हमें भी पक्षियों से प्रेरणा लेकर ईमानदारी परोपकार और സന്തോഷ് के साथ ജീവൻ ജീന ചാഹിയെ. പറയേണ്ടതിൻ്റെ ആവശ്യം എന്തെന്നാൽ ഒരു ലൈനിൻ്റെ അർത്ഥം എന്തെന്നാൽ പക്ഷിയോം സെ പ്രേരണ ലേക്കർ. പക്ഷിയിൽ നിന്ന് നമ്മൾ ആ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് നമ്മളും ഇമാൻദാരിയോടുകൂടിയും അതായത് നമ്മളും വളരെ സത്യസന്ധതയോടുകൂടിയും മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ടും സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമ്മളും ജീവിക്കണം എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശം. അടുത്തത് 9, 10, 11 സ്റ്റാൻസകളുടെ മീനിങ് ആണ്. അർത്ഥം എന്തെന്നാൽ ഉപര്യുക്ത പങ്ക്തിയോമേം ചിടിയ മനുഷ്യ സെ ആഗ്രഹ കർത്തേ ഹേ കി. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ലൈനിൽ ചിടിയ മനുഷ്യ സെ ആഗ്രഹ കർത്തേ ഹേ കി ഹമേം ദേക്കെ അവർ ഹംസെ ജീവൻ ജീനേക്ക താരിക്ക സീക്കോ. നിങ്ങൾ മനുഷ്യരോട് ചിടിയ പക്ഷികൾ പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ കണ്ടുപഠിക്കൂ, ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ആ ഒരു മാർഗം നിങ്ങൾ കണ്ടുപഠിക്കൂ. കവി കഹത്തെ ഹേ കി ചിടിയ മനുഷ്യക്കോ പതാതി ഹേ കി ഹേ മാനവ് തും സംസാർ മേം ഹംസെ ജീവൻ ജീന സീക്കോ. പക്ഷികൾ മനുഷ്യരോട് പറയാൻ ആഗ്രഹിക്കുന്നു, അല്ലയോ മനുഷ്യ, നിങ്ങൾ സംസാരത്തിൽ വേൾഡിൽ ഞങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അത് കണ്ടുപഠിക്കൂ. ഹം സ്വതന്ത്ര ഹേ പരന്തു തുമ്നെ ക്യൂം അപ്പനെ പൈറോ മേം സാംസാരിക് ബന്ധനോം കി ജഞ്ചീരോം ബാന്ധ് രഖി ഹെ. ഞങ്ങൾ സ്വതന്ത്രരാണ്, എന്നാൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കാലുകളിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു ബന്ധനം കൊണ്ട് നിങ്ങൾ കാലുകൾ ബന്ധിച്ചിരിക്കുന്നത്? ഒരു ചങ്ങല കൊണ്ട് നിങ്ങൾ എന്തിനാണ്, അതായത് ഒരു തടസ്സം കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല, സ്വാതന്ത്ര്യമില്ലാത്തൊരു തടസ്സം നിങ്ങളുടെ കാലുകളിൽ നിങ്ങൾ തന്നെ എന്തിനാണ് ബന്ധിച്ചിരിക്കുന്നത്? തും ഹമേൻ ദേക്കോ ഔർ ഫിർ അപ്പനി സോനേക്കി കടിയ അർത്ഥാത് ഭൗതിക് സുഖം ലോഭ് ഔർ ബന്ധനം കോ തോട് ദോ. നിങ്ങൾ ഞങ്ങളെ നോക്കൂ, അതിനുശേഷം നിങ്ങളുടെ കാലുകളിൽ ബന്ധിച്ചിരിക്കുന്ന സ്വർണ്ണച്ചങ്ങല, അതായത് സ്വർണ്ണച്ചങ്ങല എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഭൗതിക സുഖത്തെയും ലോഭത്തെയും ആർത്തിയെയും ബന്ധനത്തെയും എല്ലാം പൊട്ടിച്ചെറിയൂ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ആർത്തികളെല്ലാം വെടിഞ്ഞ് നിങ്ങൾ അതെല്ലാം വിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കൂ. ചിടിയ മാനവ് സെ കഹത്തെ ഹേ കി ഹേ മാനവ് തും ഇൻസാനിയത് സെ നഫ്രത് കി ഭാവന കോ ത്യാഗതോ. നിങ്ങൾ മാനുഷികമായിട്ടുള്ള ഒരു വെറുപ്പ്, ആ ഒരു ഫീലിങ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടുകളയുക, നിങ്ങളത് ഉപേക്ഷിച്ച് കളയുക. പീപ്പൽ കി ഡാലി പർ ചിടിയ ഹമേം യഹി സുന്ദർ ഔർ ഗഹര സന്ദേശ് സുനാനെ ആത്തി ഹെ. പീപ്പിൾ ട്രീയുടെ മുകളിൽ ആ ബ്രാഞ്ചുകളിൽ ഇരുന്നു കൊണ്ട് പക്ഷികൾ നമ്മളെ ഈ വളരെ മനോഹരവും അർത്ഥവത്തായതുമായിട്ടുള്ള ഈ മെസ്സേജ് പറയുവാനായിട്ടാണ് വരുന്നത്.
ഷൻ ഭർ കെ ലിയെ ബൈഠത്തി ഹെ, കുറച്ചു നേരം ഇരുന്ന്. ഹമേം ഗാന ഗാ കർ ഹൈരാൻ കർ ദേന വാല സന്ദേശ് സുനാത്തി ഹെ, കുറച്ചു നേരം അവിടെ ഇരുന്ന് അവരുടെ പാട്ടുകൾ കൊണ്ട് നമ്മൾക്ക് ആ ഒരു മെസ്സേജ് പറഞ്ഞു തരികയും പിന്നീട് അവർ പറന്നു പോവുകയുമാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ സ്റ്റാൻസയുടെ ഓരോ സ്റ്റാൻസയുടെയും മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. ഇതിൻ്റെ എൻഡിൽ വേർഡ് മീനിങ്ങുകളും കൊടുക്കുന്നുണ്ട്. വാച്ച് ചെയ്യണേ. താങ്ക്